നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ കേളകം പഞ്ചായത്തിലെ ശാന്തിഗിരി കൈലാസംപടി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വയനാട്ടിലെ ആ വലിയ ഉരുളുപൊട്ടലും അത് മൂലം ഉണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങളും ഒത്തിരിയേറെ മരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുകയാണ്. അവിടെ ഇപ്പോഴും ഊർജിതമായിട്ടുള്ള തെരച്ചിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇന്നൊരു ദിവസം ഞാൻ അവിടെ നിന്ന് റെസ്റ്റ് എടുത്തതാണ്. അപ്പോൾ ഇവിടെ കേളകം ശാന്തിഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയൊരു ഒരു നമ്മുടെ വയനാടിന് സമാനമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതായത് ഇവിടെ 1-2 വർഷങ്ങളായിട്ട് ഭൂമിക്കൊക്കെ വിള്ളൽ വീഴുന്ന ഒരു പ്രശ്നമാണ് ഇവിടെ കണ്ടുവരുന്നത്. അപ്പോൾ ഈ പ്രദേശത്തുള്ള ഒത്തിരി അധികം വീട്ടുകാരെയൊക്കെ ഒഴിപ്പിച്ചു എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ ആ ഒരു പ്രദേശത്താണുള്ളത്. കൈലാസംപടി എന്ന് പറയുന്ന സ്ഥലമാണ് ശാന്തിഗിരി കൈലാസംപടി കേളകം പഞ്ചായത്തിൽ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇവിടെയുള്ള ഒരു ചേട്ടനോട് നമുക്ക് നേരിട്ട് കാര്യങ്ങൾ ചോദിക്കാം. അതിനുശേഷം ആ സ്ഥലം ഒന്ന് കാണാം കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാ? സുരേഷ് അല്ലേ? ഇത് എത്ര നാളായിട്ട് ഇങ്ങനെ ഈ പ്രശ്നം? 15 വർഷത്തോളമായി ഇങ്ങനെ തുടർച്ചയായിട്ടുണ്ടാവുന്നു. ആണല്ലേ? ഓരോ വർഷവും കാലവർഷം വരുന്ന സമയങ്ങളിൽ വിള്ളലുണ്ടാവും. ഭൂമി വിള്ളല്, വീടുകള് ആ പ്രദേശത്തുള്ള മലകളെല്ലാം ഇങ്ങനെ വലിഞ്ഞുകൊണ്ടിരിക്കുക. വീടുകൾക്കും പ്രശ്നം ഉണ്ടാകുന്നു. ആ വീടുകളെല്ലാം വിള്ളുക. വീട്ടിലെല്ലാം വാർക്ക വീടും ഇല്ല. അത് ചെറിയ വീടുകളും എല്ലാം അതെ. ഇത് കടന്നു പോകുന്ന ഭാഗത്തെല്ലാം വിള്ളലുണ്ടാവുക. എനിക്ക് സ്ഥലങ്ങളൊന്ന് കാണിച്ചു തരാമോ? ഇതിപ്പം ഞാനിങ്ങോട്ട് ഇറങ്ങി വന്ന ഒരു റോഡാട്ടോ. ഈ റോഡിൻ്റെ ഈ ഒരു വിള്ളൽ നിങ്ങൾക്ക് കാണാം. നല്ല രീതിയിൽ റോഡുകൾക്കൊക്കെ വിള്ളൽ വീണ് തുടങ്ങിയിട്ടുണ്ട്. ഇത് നേരെയുള്ളൊരു റോഡായിരുന്നു. ആ റോഡ് ഇപ്പോൾ കുഴിഞ്ഞു ഈ ഒരു പരുവത്തിനായി കേട്ടോ. അപ്പോൾ ഇതിലെ വണ്ടിക്കൊന്നും പോകാനോ പറ്റാത്ത സ്ഥിതിയായി. ചേട്ടാ ഇവിടെ വേറെ എവിടേക്കാണ് ഉള്ളത്? ഇങ്ങോട്ട് അപ്പുറത്ത്, ഈ റോഡിന് അപ്പുറത്തുണ്ട്. മുകളിലേക്കാ? ഇപ്പൊ ഈ കഴിഞ്ഞ 2 വർഷമായിട്ടാണ് ഇത് കൂടിയേ? അല്ല, എല്ലാ വർഷവും ഇങ്ങോട്ട്. ഈ വർഷം ഇപ്പൊ ഏറ്റവും കൂടുതലല്ലേ കാണുന്നു. അപ്പൊ എന്താ അധികൃതരുടെ ഭാഗത്തു നിന്ന് അവരെന്താ പറഞ്ഞേ? അല്ല, അവര് വർഷാവർഷം വീടുകളെല്ലാം ഒഴിപ്പിച്ച് മാറ്റുന്നുണ്ട്. ഇപ്പം മഴക്കാലം ആരംഭത്തിലോട്ട് ദുരിതാശ്വാസ ക്യാമ്പിലോട്ട് മാറ്റും. അങ്ങനെയുള്ള പരിപാടിയുള്ളൂ. ബാക്കി ഇപ്പൊ അർജന്റുള്ള വീടുകളെല്ലാം ഒഴിവാക്കി. ആണോ? വീടുകൾ പൊട്ടിയ വീടുകൾ എല്ലാരും ഓരോ സ്ഥലത്തോട്ട്. പൊട്ടിയ വീടുകളുണ്ടല്ലേ? അന്ന് കാണിച്ചു തന്നെ. അവര് വിള്ളൽ വീണ് ആദ്യം കാണാം. അല്ല, ഇതോട് കാണിച്ചിട്ടില്ല. ഇവിടെ വിള്ളൽ വീണ് കിടക്കുന്ന മറ്റു സ്ഥലങ്ങളുണ്ട്. ഈ ഒരു മല നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് പാലുകാച്ചി മലയാണ് ഇതിൻ്റെ അപ്പുറം ഉള്ളത്. പാലുകാച്ചി മല ഒരു പക്ഷേ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും. വലിയൊരു മലയാണ്. അതിൻ്റെ ഒരു വശമാണിത്. അപ്പോൾ അതിൻ്റെ ചോട്ടി കിടക്കുന്ന സ്ഥലമാണ്. ഈ ഒരു സ്ഥലത്തിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഇതിൻ്റെ തൊട്ടപ്പുറത്തല്ല കേട്ടോ കോറിയുള്ള കൊട്ടിയൂർ മെറ്റൽസ് എന്ന പേരുള്ള ഒരു വലിയ ഒരു കോറി ഈ ഒരു പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ കോറി വർഷങ്ങളായിട്ട് ഈ പ്രദേശത്ത് പാറ ഖനനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രകമ്പനവും ഈ സ്ഥലത്തിന് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത തീരെ നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. ഇപ്പം നമ്മളിപ്പോൾ ആ സ്ഥലത്തെത്തി കേട്ടോ. അയ്യോ, റോഡ് പോയില്ലേ? അങ്ങോട്ട് വീട്ടുകാരുള്ള അവർക്ക് പോകത്തില്ല. അങ്ങോട്ട് റോഡ് മൊത്തം പോയി. വലിയ വിള്ളൽ വീണിരിക്കുകയാണ്. ഇതൊക്കെ ഇതിന്റെ തുടക്കം തന്നെയാണ് കേട്ടോ. അല്ലാതെ സംശയമൊന്നുമില്ല. ഈ വിള്ളലിൽ കൂടെ ഒക്കെ ഇനി വെള്ളം ഇറങ്ങി ഇത് മൊത്തം ഇടിയൂലേ? വലിഞ്ഞു പോകാനോ സാധ്യത കാണുന്നു. ഇതുണ്ടോ? ഇത് റോഡായിരുന്നു. ഇത് വീട്ടിലേക്കുള്ള വഴിയാ? ഇത് വീട്ടോട്ടുള്ള വഴിയാ. ആരുടെ വീട്ടിലേക്കുള്ള വഴിയാ? മുതലപ്പറ ആണല്ലേ? ഉണ്ടോ? മൊത്തം ഇരുന്ന് പോയേക്കോട്ടോ. ഇത് മുകളിലിരുന്ന വഴിയാണ്. ഇത് ഈ വർഷം ഇങ്ങനെ ഇരുന്നേ? ഈ വർഷം ഇങ്ങനെ ഇരുന്നേ? ഈ വർഷം ഇത് ഏറ്റവും കൂടുതലായത്. ഈ വർഷം ഇരുന്ന കേട്ടോ. അയ്യോ, ഇത് ഭയങ്കര ഡേഞ്ചർ ആട്ടോ ചേട്ടാ. വിചാരിക്കുന്ന കളിയല്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത്? എല്ലാ ഉരുളുപൊട്ടലും ആദ്യം നമുക്കൊരു ചെറിയ വാണിംഗ് ഒക്കെ തരും. നമ്മളത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഉത്തരം താന്നു പോയില്ലേ? ഈ മലയിൽ ഒരു റിസോർട്ട് ഉണ്ട്. ആണോ? അതിന്റെ മേളിൽ ഒരു റിസോർട്ട് ഉണ്ട്. ഇതിന്റെ മേളിൽ റിസോർട്ട് ഉണ്ട്. എവിടെ ഉരുള് പൊട്ടിയാലും അവിടെ ഒരു റിസോർട്ട് കാണൂല്ലേ? ഇവിടെ ഉരുളായിട്ട് പൊട്ടിയില്ല. ഇനിയിപ്പോ ഇതുകൊണ്ടോ? അല്ല, ഞാൻ പറഞ്ഞു തുടക്കം. ഇതിനകത്ത് വെള്ളം ഇറങ്ങിയിട്ട് എന്താ സംഭവിക്കുന്ന പറയാം. വെള്ളം ഇറങ്ങി ഇത് പിന്നെയും പൊട്ടുള്ളൂ. ഇതിപ്പോ റിസോർട്ടിലേക്കുള്ള വഴി അത്? അല്ല, മേളിൽ ആ റോഡ് അങ്ങനെ പോകണം. ആണല്ലേ? ഉണ്ടോ? കയ്യാലൊക്കെ ഇടിഞ്ഞ് കിടക്കും കേട്ടോ. ഭയങ്കര ഭീകരമായ അവസ്ഥ തന്നെയാണ്. റോഡ് ഇടിഞ്ഞ് കിടക്കുവാണ്. ഇതാ ഈ ഒരു പ്രദേശം നിങ്ങളുണ്ടോ? റോഡ് ഇങ്ങനെ ഇരുന്ന് ഒരു സൈഡിലേക്ക് ഇരുന്ന് പോയിട്ടുണ്ട്.
പിന്നെ വേറെ എവിടെയൊക്കെ ചേട്ടാ? ഇനിയിപ്പം റോഡ് മെയിൻ റോഡ് മെയിൻ റോഡാ? മെയിൻ റോഡും നമ്മൾ പോകുന്ന വഴിക്കുള്ള വീടുകളും പിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറെ വീടുകൾക്കൊക്കെ വിള്ളൽ വീഴുക. വീടുകളെല്ലാം വീട് തകർന്നു പോയി. നമ്മുടെ ചേട്ടൻപള്ളി ആദ്യം ഒരു വീട് വെച്ചു, അത് പോയി. രണ്ടാമൊരു വീട് വെച്ചു, അതും പോയി. ഈ വീട് വെക്കാൻ നേരത്തെ നിങ്ങൾക്ക് മുന്നറിയിപ്പൊന്നും കിട്ടിയില്ല? ഇല്ല. അതിനുശേഷം ഇത് തുടങ്ങിയ ഇപ്പൊ ഓരോ വർഷം ഈ വീട് തകർന്ന ഏത് വർഷമാണ്? അതിപ്പോ ഏതാണ്ട് 15 വർഷത്തോളം ആയി. അതിനോട് ഇപ്പുറത്തോളം 15 വർഷം മുന്നത്തെ കഥയാണ് ഇപ്പൊ ചേട്ടൻ പറഞ്ഞത്. 15 വർഷം മുമ്പ് തുടങ്ങിയതാ വീട് വെക്കാൻ. വീട് വെക്കാനല്ല, വീടിന് വിള്ളൽ ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെ അത് കൂടി കൂടി ഇപ്പൊ വീട് ഓരോ വർഷം. വീട് എന്നാ വീണേ? വീട് മൊത്തമായിട്ട് വീണെന്നാ? വീണിട്ടില്ല, ഇങ്ങനെ വിണ്ടിട്ട് വലിഞ്ഞു അങ്ങനെ നിൽക്കും അല്ലേ? ഏതായാലും ആ സ്ഥലത്തേക്ക് ഒന്ന് പോകാം കേട്ടോ. വല്ലാത്ത സിറ്റുവേഷൻ ആണ്. കയറി ആ വഴി ഇത് ഇങ്ങനെയാണ് പോകുന്നത്. ഈ വിള്ളൽ ഉണ്ടായിരിക്കുന്നത് ഇവിടെയാണ് അടുത്തത്. ഇതിൻ്റെ മുകളിലുള്ള ആ സ്ഥലത്തും ഇവിടെയും ഇതൊക്കെ പാരലായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. ഒരു പക്ഷേ ഇത് വിണ്ട് കണ്ടോ? ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയത്തില്ല. റോഡ് പോയി കേട്ടോ. റോഡ് മൊത്തം കുഴിഞ്ഞു പോയി. ഇങ്ങനെ ഒരു സ്റ്റെപ്പ് പോലെ ആയിപ്പോയി. നമ്മൾ വണ്ടി കൂളായിട്ട് പോയിക്കൊണ്ടിരുന്നതുണ്ടോ, ഇരുന്നിരുന്ന് പോകുന്നുണ്ടോ? റോഡ് കണ്ടോ? ഇതാണ് സ്ഥിതി. കണ്ടോ? ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് പോലെ ആയിപ്പോയി. ഇരുന്നിട്ടുണ്ട്, ഈ പ്രദേശം ഇരുന്നിട്ടുണ്ട്. അപ്പം ഈ ഭാഗത്തേക്ക് ഉണ്ടോ അല്ലേ? അങ്ങോട്ടുണ്ട്, ഉണ്ടല്ലേ? വീടുകൾ നോക്കിക്കോ. വഴിയുടെ തൊട്ട് താഴെയുള്ള ഇതാ ഇപ്പം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു വീടുണ്ട്. ഇതേപോലെ വിള്ളൽ വീണ് കിടക്കുന്നതാണ്. വീടിന് മൊത്തം കംപ്ലീറ്റ് വിള്ളൽ വീണ് കിടക്കുക കേട്ടോ. അതിൻ്റെ തറ നിങ്ങൾക്ക് കിടക്കുന്നതാണ്, മൊത്തം വിള്ളൽ വീണു. അതേപോലെ തന്നെ അതിൻ്റെ തൂണ് ഒരു വശത്തേക്ക് ചെരിഞ്ഞ് നിൽക്കുന്നതാണ്. ഉണ്ടോ? മൊത്തം ഈ വീട് ഇരുന്ന് പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇരിക്കുന്നത്. വേറെ ഏത് വീടായിട്ടുള്ള മുകളിൽ. അതുപോലെ തന്നെ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് നടക്കുമ്പോൾ ഇവിടെ റോഡിന് വിള്ളൽ നിങ്ങൾക്ക് കാണാം. മൊത്തം വിള്ളൽ വീണ് കിടക്കുവാണ്. ഇതുണ്ടോ? നമ്മളിപ്പം നേരത്തെ നിന്ന സ്ഥലം അവിടെയാണ്. അവിടെ നമ്മൾ ഇച്ചിരി താഴേക്ക് ഇറങ്ങിയാണ്. ഈ വീടും ഇതേ വിഷയം തന്നെയാണ്. ഇതും വിള്ളൽ വീണ് കിടക്കുന്നത് അല്ലേ? കണ്ടോ? ചിലൊക്കെ വിള്ളൽ വീണ് കിടപ്പുണ്ട്. കണ്ടോ വിള്ളൽ? കണ്ടോ? ഇതുപോലെ ഉള്ള വിള്ളലുകളാണ്. ഇതുണ്ടോ? മൊത്തം വിള്ളൽ വീണ് കിടക്കുവാണ്. മുകളിൽ പുറവസ്ഥ എവിടെയായിട്ടാ? ഇവിടെ ഇപ്പം താമസക്കാരില്ലല്ലോ? ഇല്ലല്ലേ, ഇവരെല്ലാം ഒഴിപ്പിച്ചവരാ. ഇതുകൊണ്ടോ എൻ്റെ കീഴെ നിൽക്കാനും പാടാ. ഇതിൻ്റെ ഒരു വിള്ളൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. മൊത്തം വിണ്ട് കീറി വീഴുമെന്നുള്ള ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ഇതുണ്ടോ? ചെരിഞ്ഞ് ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് പോയിട്ടുണ്ട്. ഏത് നിമിഷം നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ അങ്ങനെ അധികം നേരം നിൽക്കാനൊന്നും പറ്റിയല്ല. വിള്ളൽ വീണിട്ടുണ്ട്. അപ്പം അങ്ങനെ അപ്പം ഈ പറമ്പിനും ഉണ്ടല്ലോ വിള്ളൽ. കണ്ടോ? പറമ്പിലും ഉണ്ടോ? ഇവിടെയൊക്കെ പല സ്ഥലത്തും വിള്ളലുകൾ കാണാം കേട്ടോ. പറമ്പിനാ വീട് വരുമ്പം വീടിനും വീഴും. അതെ കേട്ടോ. വിള്ളൽ കടന്നു പോകുന്ന ഭാഗത്ത് വീട് എത്രയുണ്ടോ അത്രയും ഭാഗം ആവൂല്ലേ? ഇപ്പോൾ നമുക്കറിയാം, ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മലയുടെ തൊട്ടപ്പുറത്ത് കൊട്ടിയൂർ മെറ്റൽസ് എന്ന് പേരുള്ള ഒരു വലിയ ക്വാറി പ്രവർത്തിക്കുന്നുണ്ട്. ആ ക്വാറിയുടെ പ്രവർത്തനം തുടങ്ങിയതിന് ശേഷം തന്നെയാണ് ഈ പ്രദേശങ്ങൾ ഇങ്ങനെ ഉണ്ടായത്. ഇപ്പോൾ ഭൂമിക്കുണ്ടാകുന്ന പ്രകമ്പനം തന്നെ ആയിരിക്കണം ഇതിനൊക്കെ കാരണം എന്ന് വേണം നമുക്കൊക്കെ അനുമാനിക്കാൻ. പ്രകൃതിയെ കണ്ടമാനം ചൂഷണം ചെയ്യുമ്പോൾ ഇതേപോലത്തെ പ്രശ്നങ്ങൾ എല്ലായിടത്തും വരും. പക്ഷെ അതിൻ്റെയൊക്കെ ഇരയാകുന്നത് എപ്പോഴും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരല്ലേ? ഇതിപ്പോ താമസിക്കാനും പറ്റില്ല, കൃഷി ചെയ്യാനും പറ്റാത്ത അവസ്ഥയല്ലേ? താമസിക്കാനും പറ്റില്ല, കൃഷി ചെയ്യാനും പറ്റാത്ത അവസ്ഥയല്ലേ? അപ്പൊ ഇപ്പൊ ചേട്ടന്റെ ഒക്കെ സ്ഥലം എവിടെയായിട്ട് മുകളിലാ? നമ്മുടെ അപ്പുറത്തോട്ടാ. ആണല്ലേ? ബാധിക്കുമ്പോ ഒരു സ്ഥലത്ത് മാത്രമല്ലല്ലോ, എല്ലാരും ഇവിടെ ഒരു കുറെ പ്രദേശമുണ്ട്. ഇപ്പം മല ഭാഗത്തോട്ടൊക്കെ എല്ലാവർക്കും തുടങ്ങിയിട്ടുണ്ട്. ഇത് ഈ പ്രദേശം വ്യാപകമായിട്ടുണ്ടെന്നാണ്. ഇത് വലിയൊരു ഏരിയ കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു സ്ഥലമല്ല. കുറേ സ്ഥലങ്ങളുണ്ട്. ഇത് ഇവിടെയൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഡെപ്യൂട്ടി കളക്ടറും മറ്റു ആൾക്കാരും ഒക്കെ ഇവിടെ
പഞ്ചായത്തിന്റെ ഈ സ്ഥലം സന്ദർശിക്കുന്ന ഒരു കാഴ്ചയായിട്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡെപ്യൂട്ടി കളക്ടറൊക്കെ ഇവിടെ സ്ഥലം സന്ദർശിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ ഇവിടെ ഇത് ശാന്തിഗിരി റോഡ് അല്ലേ ഏട്ടാ? ഇത് ശാന്തിഗിരി റോഡ്, മെയിൻ റോഡാട്ടോ. റോഡിരിക്കുന്ന രംഗം നിങ്ങൾക്ക് കാണാം. ഇതേപോലെ ആയിട്ടോ മൊത്തം വിള്ളൽ വീണ് വലിയ പ്രശ്നമായിട്ടുണ്ടാകും. കാരണം 15 വർഷം എടുത്തൊന്നും ഒരു വിള്ളലും വരത്തൊന്നുമില്ല അല്ലേ? ഈ ഉരുള് പൊട്ടാനാണെങ്കിൽ 15 വർഷം ഒന്നും എടുക്കുകയില്ല. ഇത് ഉരുള് പൊട്ടലിന്റെ ഉരുള് പൊട്ടിയില്ല ഈ ഭാഗത്ത്, അങ്ങനെ സൈഡിലെ ഉരുള് പൊട്ടിയിട്ടുണ്ട്. അതെ ഉരുള് പൊട്ടലിന്റെ ആണെങ്കിലേ 15 വർഷം ഒന്നും എടുക്കുകയില്ല. ഇത്രയും വർഷം എടുത്ത് വിള്ളൽ വീഴൊന്നുമില്ല. ഇത് മിക്കവാറും ഈ കോറിയുടെ പ്രകമ്പനം തന്നെ ആയിരിക്കാനേ സാധ്യതയുള്ളൂ. കണ്ടോ മല വലിച്ചില്ല. അതെ ഭൂമി ഷേക്ക് ആയിക്കൊണ്ടാണല്ലോ ഇരിക്കുന്നത്. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് ജസ്റ്റിൻ. ഞാൻ ഇവിടെ 65 വർഷമായിട്ട് സ്ഥിരതാമസിക്കുന്ന ആളാണ്. ആദ്യ കാലഘട്ടത്തിലൊന്നും ഇങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ടായിട്ടില്ല. 2008-ലാണ് ഈ പ്രതിഭാസം ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. അതിനുശേഷം 1-2 വർഷം അതിവർഷം കൂടുതൽ മഴ പെയ്യുന്ന വർഷങ്ങൾ 2008-ലാണ് ആദ്യം ഇവിടെ ഈ പ്രതിഭാസം 2 വീടിനാണ് ആദ്യം ഉണ്ടായത്. അപ്പോൾ അത് 4 ലക്ഷം രൂപ സർക്കാർ കൊടുത്തിട്ട് അവരെ മാറ്റി പാർപ്പിച്ചു. അവർ ഈ അടുത്ത സ്ഥലത്ത് തന്നെ സ്ഥലം വാങ്ങി വീട് വെച്ചു. ഈ അടുത്ത സ്ഥലത്ത് തന്നെ ഇതിനോട് ചേർന്ന് തന്നെ ഭൂമിക്കൊരു കുഴപ്പമില്ല. ഈ 2 വീടിനെ കുഴപ്പമുള്ളൂ. അതിനുശേഷം 2016 മുതൽ വലിയ വിള്ളലും വലിയ മഴ ഇവിടെ ഉണ്ടായും അതിവർഷം കൂടിയപ്പോൾ വിള്ളൽ കൂടി ഒരു 2 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ സംഭവം ഉള്ളത്. ഭയങ്കര ദുരന്തമാണ്. അപ്പോൾ ഈ റോഡിന്റെ മുകൾവശത്തേക്ക് പോയി കഴിഞ്ഞാൽ ഭൂമി വിണ്ടകലുകയാണ്. വീടുകൾക്ക് വിള്ളലുണ്ടായി. അതുപോലെ തന്നെ ഇതിങ്ങനെ തള്ളി പോവുകയാണ് താഴോട്ട്, അമർന്ന് വലിയാണ്. ശരിക്കും ഇതൊരു ഉരുൾപൊട്ടലിന്റെ അല്ലല്ല, ഉരുൾപൊട്ടലല്ല, സോയിങ് പൈപ്പിംഗ് പ്രതിഭാസം. ഇത് തന്നെയാണ് വയനാട്ടിലും ഉണ്ടായത്. അത് തന്നെ. അത് ഇതിനടിക്കൂടെ അനേക തുരങ്കങ്ങളാണ്. ഒരു തുരങ്കവുമായിട്ട് ബന്ധിപ്പിച്ചേക്കുകയാണ് ഇവിടെ ഉള്ളില്. അതെങ്ങനെയാ നിങ്ങൾ മനസ്സിലാക്കി? അത് മനസ്സിലാക്കി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കിണർ കുത്തിയ കിണറുകളെല്ലാം അടി വലിഞ്ഞു പോയി. വർഷങ്ങൾക്ക് ഇവിടെ ധാരാളം കിണറുകൾ കുത്തിയിട്ടുണ്ട്. അടിവശം എന്നാ പിന്നെ കുഴൽ പൈപ്പ് ഇല്ലേ, അത് കുഴൽക്കിണർ വെള്ളം വലിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ പ്രതിഭാസം ഉണ്ട്, അടിയിലും ഉണ്ട്. അദ്ദേഹത്തിന്റെ കിണർ താന്നു പോയി. വെള്ളം വലിഞ്ഞു പോയി. അപ്പൊ വേനൽക്കെല്ലാം വെള്ളം വലിഞ്ഞു പോവുകയാണ്. അതിനിവിടെ നമുക്ക് അറിയാം. ഇത് കണ്ടില്ലേ, ഇത് തന്നെ ഇതിന്റെ ഇത് സംവിധാനം. 2 കിലോമീറ്റർ ചുറ്റളവ് 2 കിലോമീറ്റർ ചുറ്റളവുണ്ട്. ഈ ഒരു തോട് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ 40ഓളം തോടുകൾ, വലിയ ശക്തമായ വെള്ളം ഒഴുകുന്ന ഇല്ല. അപ്പൊ ഇതിനകത്ത് വരുന്ന വെള്ളം താഴെ മോളി താഴെ പോവുക. ഈ തോട്ടിൽ വെള്ളം തോടായിരുന്നു. തോടല്ല, ഒരു കനാല്. ഇല്ല, വെള്ളം അടി വലിഞ്ഞു പോവുകയാണ്. ഇതിലൊക്കെ വെള്ളം വലിയ ചാലുകളായിരുന്നു. അടിയിൽ കൂടെ പോകുന്നുണ്ടോ? അടികൂടെ ഇപ്പുറത്തെ സൈഡിലൊന്നും കാണിച്ച? അപ്പുറത്തെ സൈഡിലല്ല, ദുരന്തം ഇവിടെയാണ്. താഴോട്ടാ. ഈ വീടുകളെല്ലാം മാറ്റി പാർപ്പിച്ചേക്കുന്ന ഈ വീടും അങ്ങനെ തന്നെയല്ലേ? ഈ വീടും ഇതേപോലെ തന്നെ ആൾക്കാരെ ഇവിടുന്ന് ഒഴിപ്പിച്ചു. അതെ. ഇതുപോലെ ഈ പ്രദേശത്ത് നിരവധി വീടുകളെ എത്ര വീട്ടുകാരെ മൊത്തം ഒഴിപ്പിച്ചിട്ടുണ്ട്? ഇപ്പോ 12 വീട്ടുകാർക്ക് സർക്കാർ 10 ലക്ഷം രൂപ കൊടുത്ത് വീട് മാറ്റി പാർപ്പിച്ചു. ആണല്ലേ? ബാക്കി ഇനി ഒരു 17 വീട്ടുകാർ ഇവിടെ കിടക്കുന്നുണ്ടല്ലേ? സൈഡിലുണ്ട്. ഈ പ്രദേശത്ത് മലമ്പ്രദേശത്ത് മൊത്തമായിട്ട് അവരാണ് ഇപ്പൊ ഏറ്റവും ദുരിതത്തിലുള്ളത്. നിങ്ങൾക്ക് ഇതിന്റെ കാരണം നിങ്ങൾക്ക് എല്ലാം സോയിങ് പൈപ്പിംഗ് പ്രതിഭാസം തന്നെ മാത്രമേ ഉള്ളൂ. അതേ ഉള്ളൂ. ഒരു പൈപ്പ് ഉള്ളിലെ ഒരു പൈപ്പിംഗ് ഈ ഒരു മേഖലയിൽ മാത്രമായിട്ട് വരാനുള്ള എന്തെങ്കിലും കാരണം ഉണ്ടോ? എന്തോ ഈ പ്രദേശത്ത് അതിവർഷമാണ്. ആണല്ലേ? പിന്നെ ഇത് 60 വർഷം മുമ്പ് നിബിഡമായ ഒരു വനമായിരുന്നു. കോറിയുടെ എന്തെങ്കിലും പ്രകമ്പനം ഇതിന് കോറയായിട്ട് ഇവിടുന്ന് 5 കിലോമീറ്റർ അപ്പുറത്താണ്. അതുമായിട്ട് ഇങ്ങോട്ട് ബന്ധം ഉണ്ടായില്ല. ഇവിടെ ഖനനങ്ങളൊന്നും നടക്കുന്നില്ല. ഇല്ല, ഖനനമല്ല, അതിവർഷമാണ് ഇവിടെ. ഒരു മഴ പെയ്താൽ 2 മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കും. അങ്ങനെ അതിവർഷം വരുമ്പോൾ ഈ വനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വല്ല നീലിമരം ഉണ്ടായിരുന്നു, നീലിമരം. അതുപോലെ വെള്ളപ്പൈൻ മണ്ണ് വലിയ മരമുണ്ട്. 10-25 അടി 30 അടി ഹൈറ്റുള്ള മരങ്ങളൊക്കെ ഉണ്ട്. ആ മരങ്ങളൊക്കെ ഒരു 60 വർഷം മുമ്പ് നശിച്ചുപോയി. അപ്പോൾ കൂപ്പുകാർ തെളിച്ചു പോയി. അങ്ങനെ ഇവിടെ റബ്ബർ വയ്ക്കുന്ന ഒരു പ്ലാന്റേഷൻ തോട്ടമൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി 70 വർഷം മുമ്പ് ഇത് മൊത്തം റീപ്ലാന്റിങ് ചെയ്ത് പോയതാണ്. അതിന് അവരത് മരങ്ങളൊക്കെ മുറിച്ചു. ആ മരങ്ങളെല്ലാം മുറിച്ച് ഇവിടെ കൂപ്പായിരുന്നു. ഇവിടെയൊക്കെ ആനയെ പിടിക്കുന്ന ആനക്കുഴിയൊക്കെ ഉണ്ട്. ആനയെ മെരിക്കാൻ വേണ്ടിയിട്ട്
ആനയെ പിടിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ആണോ? ഈ പുഴ പോലെ ഒഴുകുന്ന ഈ തോട് 150 അടി ഹൈറ്റിൽ നിന്നാണ് വരുന്നത്. ആ. അവിടെ ശക്തമായ വെള്ളം ഒഴുക്കുണ്ട്. ആ ഒഴുക്ക് ഈ പറഞ്ഞ മരങ്ങളുടെ വേരുകളൊക്കെ വർഷങ്ങൾ കൊണ്ട് ദ്രവിച്ചു പോയി. ദ്രവിച്ചു പോയിട്ട് അതിന് ആ വേരിൽ കൂടി വെള്ളം ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ ശക്തമായി തള്ളിയാണ് ഇതിൻ്റെ ഉള്ളു മുഴുവൻ പൊള്ളയാണ്, ഗോളം പോലെയാണ്. ഇത് തള്ളി പോവുകയുള്ളൂ, അത്രയും പോകും. അതാണ് ഇപ്പൊ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. എൻ്റെ ഇതിനുള്ളിൽ തന്നെ ഈ ഗ്രോട്ടേക്കുള്ളിൽ ഈ പ്രദേശത്തിന്റെ അതിനകത്തുള്ള ഞാൻ ക്യാമ്പിൽ നിന്ന് വരുന്ന ഡെപ്യൂട്ടി തഹസീൽദാർ വരുന്നതുകൊണ്ട് അദ്ദേഹത്തെ എൻ്റെ പറമ്പെല്ലാം കാണിക്കാൻ വേണ്ടി വന്നതാണ്. ആ കൂട്ടത്തിൽ നിങ്ങളെ കണ്ടുകൊണ്ട് ഞങ്ങൾ സംസാരിക്കാം. ഓക്കെ, ഇതാണ് തോട് അല്ലേ? തോടത് ഈ കാണുന്ന കേട്ടോ, ചേട്ടൻ പറഞ്ഞ തോട്. ഇതേപോലത്തെ തോട് ആ ഒരു സൈഡിൽ അപ്പുറത്തെ സൈഡിലുണ്ട്. അങ്ങനെ 2 തോടിൻ്റെ നടുക്കായിട്ടുള്ളതാണ് ഈ പ്രദേശം. ഈ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ചേട്ടൻ്റെ ഒരു നിഗമനമാണ്. അതായത് എന്താ പറയുക, ഈ പണ്ടത്തെ മരങ്ങളൊക്കെ മുറിച്ചതിൻ്റെ ഫലമായിട്ട് വന്ന ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ചേട്ടാ. ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇത് ചെറിയ പാലമാണ്. അല്ലേ? അതിനും തുടങ്ങിയിട്ടുണ്ട്. PWD പാലം വരെ ഉണ്ട് തുടങ്ങി കേട്ടോ ഈ തോടല്ലേ. ശക്തമായ ഒഴുക്കാണ്. വലിയ കല്ലുകളൊക്കെ വന്ന് കിടക്കുന്നുണ്ടോ? അതെ അതെ അതെ. ഇത് പുതിയ കല്ല, ഇത് പുതിയ കല്ല് വന്ന് കാണുമ്പോ തന്നെ അറിയാലോ. ഈ കല്ലുകൾ കാണുമ്പോ അറിയാലോ, വലിയ കല്ലുകൾ വന്ന് വെള്ളം ഒഴുകി പോയിട്ടുണ്ടല്ലോ. ആ വെള്ളം അങ്ങനെ വന്നതാണ്. അപ്പൊ ഈ പൈപ്പിംഗ് പ്രതിഭാസത്തിലേക്ക് ഈ വിടവിലൂടെ പോകും. ഇവിടെ ഉണ്ടല്ലേ? അതെ, അതാ ഇവിടെ നമുക്ക് കാണാം. പുതിയ വിരിച്ചില്ല അത് പുതിയ ഉണ്ടാകുന്നല്ലേ? ഉണ്ടാവുന്ന ഈ വർഷം ഇച്ചിരി കൂടുതലല്ലേ? ഈ വർഷം അതിവർഷം കൂടുതലാണ്. അതുകൊണ്ട് ഇനി വരാൻ പോകുന്നത് ഇവിടെ ഇനിയിപ്പോ 2 മാസത്തോടെ കഴിഞ്ഞാൽ മഴ ശക്തമായിട്ട് പെയ്യും. അപ്പൊ എന്നും ക്യാമ്പിൽ തന്നെ കിടക്കേണ്ട അവസ്ഥ വരാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കുക. ഇത് ഇടിഞ്ഞു പോകാൻ തന്നെയല്ലേ സാധ്യതയുള്ള? ഇത് ഇടിഞ്ഞു പോകാൻ തന്നെയല്ലേ സാധ്യത? ഇത് കാലക്രമത്തിൽ പോകും. ഈ അടുത്ത വർഷവും ഈ വർഷവും നല്ല നമുക്ക് പ്രവചിക്കാൻ നമ്മുടെ ആളല്ല. അപ്പൊ ഇവിടെ ശാസ്ത്രജ്ഞന്മാർ വരികയും പരിശോധനയൊക്കെ നടത്തുന്നത് റോട്ടിൽ നിന്നോണ്ടാണ്. അവരാരും പറമ്പിലേക്ക് ഇറങ്ങിയിട്ട് കൃഷിഭൂമിയിലേക്ക് വന്ന് നോക്കുന്നില്ല. അവരിവിടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കും, അതിന്റെ റിപ്പോർട്ടാണ് അയച്ചു കൊടുക്കുന്നത്. ഇതുവരെ ഞങ്ങളുടെ കൃഷിക്കാരെ വിളിച്ചു വരുത്തുകയോ അവരോട് ചോദിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല. കൃഷിക്കാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾ കാർഷിക മേഖലയിൽ പശുവിനെ വളർത്തുകയും കന്നുകാലിയൊക്കെ വളർത്തി റബ്ബറൊക്കെ നട്ട് അത്യാവശ്യം ഇങ്ങനെ ജീവിച്ചു പോകുന്ന കൃഷിക്കാരാണ്. അല്ലാതെ വിദ്യാഭ്യാസമൊന്നുമില്ല, കൃഷി ചെയ്ത് ജീവിക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ സ്ഥിതി ഇതാണ്. ഞങ്ങൾക്ക് പകരം കൃഷിഭൂമി കിട്ടുകയാണ് ഏറ്റവും നല്ലത്. കൃഷി ചെയ്യാതെ 5 സെന്റ് 10. ഇപ്പോൾ ഇവിടുന്ന് പോയിരിക്കുന്ന കുടുംബക്കാരെല്ലാം 10 ലക്ഷം രൂപ കിട്ടി, സർക്കാർ കൊടുത്തു. പിന്നെ അവർക്ക് വേണ്ടുന്ന സഹായങ്ങളെല്ലാം സർക്കാർ ചെയ്തിട്ടുണ്ട്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു പെശകുമില്ല. പക്ഷെ സംഭവിച്ചത്, ഇനി ഞങ്ങൾക്ക് പോകുമ്പോൾ ഞങ്ങൾക്കവിടെ കൃഷിഭൂമി പോയിട്ട് ഞങ്ങൾക്ക് തൊഴിലൊന്നും അറിയില്ല. എനിക്ക് വയസ്സ് 65ആയി. പശു വളർത്തല്, അതുപോലെ ടാപ്പിംഗ് ഒക്കെ ചെയ്ത് കൃഷിയൊക്കെ വാഴ കൃഷി ഇതൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. അപ്പം എനിക്ക് ഒരു 10 സെന്റ് സ്ഥലമോ അല്ലെങ്കിൽ ഒരു 10 ലക്ഷം രൂപ കിട്ടിയാൽ മാറി താമസിച്ചാൽ എൻ്റെ കൃഷിഭൂമി നശിച്ചു പോകും. എനിക്ക് പകരം ഇതിന് നഷ്ടപ്പെടുന്ന ഭൂമിക്ക് പകരം ഭൂമി എനിക്ക് കിട്ടണം. അല്ലാതെ എനിക്കിത് പോയിട്ടൊരു കാര്യമില്ല. ഇപ്പോഴെല്ലാം ഈ വീട് കാണുന്നുണ്ടോ? നോക്ക്, ആ വീട് കണ്ടോ? ആ വീട് ഒക്കെ ഇവിടുന്ന് പോയതാ. അയാൾക്ക് ഇവിടെ ഭൂമിയുണ്ട്, വന്ന് നോക്കുന്ന പോലുമില്ല. കൃഷിക്കാരൻ്റെ വന്ന് നോക്കണതിന് വലിയ പൈസ കൊടുക്കണം. ഇവിടെ അടുത്തെങ്ങും ഭൂമിയിൽ വാങ്ങാൻ പറ്റിയല്ല. ഒരു 10 കിലോമീറ്റർ താഴെ ഭൂമി വാങ്ങാൻ പറ്റും, അകലെ വാങ്ങാൻ പറ്റും. ഈ പഞ്ചായത്തിന്റെ വേറൊരു സൈഡിൽ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ അവര് തിരിച്ചിവിടെ വന്ന് ഈ കൃഷിഭൂമി ഒന്ന് നോക്കുകയല്ല. അപ്പോൾ കാലക്രമത്തിൽ ഇത് നശിച്ചു പോകും, അവരും തകർന്നു പോകും. ഒരു ദരിദ്രനെ വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് വീഴിക്കുക, അത് മാത്രമേ ഇതും കൊണ്ട് പ്രയോജനമുള്ളൂ. അതുകൊണ്ട് പകരം ഭൂമി തരാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഞങ്ങൾക്ക് ഇനി നഷ്ടപ്പെട്ടു പോകുന്നവരുടെ ഭൂമികൾ ഉണ്ട്. എല്ലാവർക്കും കൂടുതൽ ഭൂമിയുള്ള 2-3 ഏക്കർ സ്ഥലം. എത്ര സ്ഥലം ഉണ്ടായിട്ട് കാര്യമില്ല, എല്ലാ കൃഷി നശിച്ചു പോകും. താഴോട്ട് അടയ്ക്കാത്തോട് ടൗൺ അല്ലേ? അടയ്ക്കാത്തോട് ടൗൺ. ഈ കുന്നിന്റെ നേരെ താഴെ അടയ്ക്കാത്തോട് എന്ന് പറഞ്ഞ ടൗണാണെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നേരെ അങ്ങോട്ടാട്ടോ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു 10 വീട്ടുകാരെ മാത്രം ഒഴിപ്പിച്ചിട്ടും കാര്യമില്ലല്ലേ? ഇത് ദുരന്തം ഒഴിപ്പിക്കണം. പൈപ്പിംഗ് പ്രതിഭാസമാണെങ്കിൽ ഇപ്പൊ വയനാട്ടിലൊക്കെ നടന്നതാ. അതിന്റെ ഒരു മറ്റൊരു പതിപ്പാണിത്. നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി തന്നെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം കേട്ടത്. എന്തെങ്കിലും ഉണ്ടായിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ? ഇല്ല, ഒന്നും ഉണ്ടായിട്ട് മുന്നേ വാഹനങ്ങളൊക്കെ എടുക്കാം. എല്ലാം വന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ വന്ന് കാണുന്നല്ലേ? ഇല്ലല്ലോ, ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പം വയനാട്ടിലുണ്ടായ പ്രശ്നങ്ങളുടെ ഫലമായിട്ട് ഇപ്പം പെട്ടെന്ന് ഇത്തരം വിഷയങ്ങളുണ്ടാകുന്ന സ്ഥലങ്ങളൊക്കെ നേരിട്ട് പെട്ടെന്ന് വന്ന് സന്ദർശിക്കുന്ന ഒരു രംഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇപ്പുറത്ത് റോഡിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് കാണാം കേട്ടോ. ഇവിടെ നമുക്ക് റോഡിന് വിള്ളൽ വീണ് കിടക്കുന്ന കാണാം കേട്ടോ.
അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന റോഡ് തന്നെയാട്ടോ ഇതെല്ലാം. ഈ ഭാഗത്തൊക്കെ ഇതേ പ്രശ്നമുണ്ട്. കണ്ടോ, മൊത്തത്തിൽ വിള്ളൽ വീണ് തന്നെയാണ് കിടക്കുന്നത്. ഇവിടെ ഒരു വീട് ഇതാ കിടക്കുന്നുണ്ടോ. അതുപോലെ ഇവിടെ ഒത്തിരി വീടുകൾ ഇതേപോലെ പറ്റിയിട്ടുണ്ട് കേട്ടോ. കുറേ അധികം വീടുകൾക്ക് ഇതേ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു വീട് നമുക്ക് കാണാം കേട്ടോ. ഈ വീട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലോ. ഇതേ പ്രതിഭാസത്തിൻ്റെ ഒരു ബാക്കിവത്വമാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഈ വീട് മൊത്തം ഇങ്ങനെ പൊളിഞ്ഞു പോയതാണെന്ന് കേട്ടോ പറഞ്ഞത്. കംപ്ലീറ്റ് പൊളിഞ്ഞു പോയി ഇരുന്ന് പോവുക ചെയ്തത്. നമുക്കിതിൻ്റെ നിലത്തൊക്കെ കണ്ടോ വിള്ളൽ കാണാം. ഇത് കുറേ കാലം മുന്നേ ഇവിടുന്ന് ഒഴിവായിപ്പോയൊരു വീടായതുകൊണ്ടാണ് കൃത്യമായിട്ട് നമുക്കൊന്നും കാണാൻ അധികം ബാക്കിയില്ലാത്തത്. മൊത്തം പൊളിഞ്ഞു പോയതാട്ടോ. മൊത്തം ഇടിഞ്ഞ് വീണതാണ്. ഈ പെര മൊത്തം ഇടിഞ്ഞ് വീണതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ടുള്ള വീട്, ഇതും ഇതേ പ്രതിഭാസത്തിൽ തന്നെ മൊത്തം നശിച്ചു പോയ ഒരു വീടാണ്. മൊത്തം പൊട്ടിപ്പൊളിഞ്ഞാണ് കിടക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. നല്ലൊരു വീടായിരുന്നു, പക്ഷേ ആ വീടിൻ്റെ ഒരു സ്ഥിതി ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ. ഈ റോഡിൽ ഈ പോകുന്ന വഴിക്ക് ഒത്തിരി സ്ഥലത്ത് നമുക്ക് ഇതേപോലത്തെ കാഴ്ചകൾ കാണാൻ പറ്റും കേട്ടോ. ഇവിടെയൊക്കെ ജനവാസ മേഖലയായിട്ടുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് താഴോട്ടും അടയ്ക്കാത്തോടെന്ന് പറഞ്ഞ ടൗണും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. ഒത്തിരി വീടുകൾ താഴേക്കുണ്ട്, ഇതിന് മുകളിലേക്കൊക്കെ ഉള്ളതാണ്. ഈ 10-20 വീട്ടുകാരെ മാത്രം മാറ്റിക്കൊണ്ട് ഈ പ്രശ്നമൊന്നും പോകാൻ സാധ്യതയില്ല. ഇത് വലിയൊരു വിഷയം തന്നെയാണ്. അപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു ദൃശ്യങ്ങൾ. വളരെ ഭീകരമായിട്ടുള്ളൊരു സാഹചര്യമാണ്. കാരണം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസമായിട്ട് ഞാൻ വയനാട് ജില്ലയിലെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ചൂരൽമല മുണ്ടക്കൈ ഭാഗത്താണ് ഞാനുള്ളത്. ഇതിന് മുന്നേ ഉള്ള 2 എപ്പിസോഡുകളിലും ഞാൻ ആ സ്ഥലം തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിലും മുണ്ടക്കൈയും ചൂരൽമലയൊക്കെ തന്നെയായിരിക്കും. അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾ തന്നെയായിരിക്കും. വളരെ ദുഃഖകരമായിട്ടുള്ള അവസ്ഥയാണ്. ഇപ്പം തന്നെ മരണം 300-നോടടുത്തു. മരണം 300-400 ഒന്നും ആയിരിക്കില്ല എന്നുള്ള രീതിയിലാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ടുള്ളൊരു സാഹചര്യമുള്ളത്. കൃത്യമായിട്ടുള്ള കണക്കൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അത്തരത്തിലൊരു വലിയ ദുരന്തം ഉണ്ടായി കഴിയുമ്പോൾ കണ്ണ് തുറന്നിട്ട് അല്ലെങ്കിൽ നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല. ഇത്തരം വലിയ ദുരന്തങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ഉണ്ടാകേണ്ടത്. നമ്മൾ ഇപ്പോൾ ആ സ്ഥലത്തെ സ്ഥിതി നമ്മൾ കണ്ടു. എങ്ങനെ ഇരുന്നൊരു സ്ഥലമാണ് ഇപ്പോൾ ആ ഒരു രീതിയിലായതെന്ന്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു പ്രതിഭാസം ആയിരിക്കില്ല ഇത്. സോയിൽ പൈപ്പിംഗ് ഉള്ളൊരു സ്ഥലമാണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞ 2 കിലോമീറ്റർ ചുറ്റളവിൽ ഈ പ്രശ്നമുണ്ടെന്ന്. 2 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം മുണ്ടക്കൈയിൽ ഏറ്റവും ആദ്യം പൊട്ടിയ സ്ഥലം ഈ പറയുന്ന പോലെ തന്നെ ഒരു 1-1.5 കിലോമീറ്റർ ചുറ്റളവിലുള്ളൊരു സ്ഥലമാണ്. അത് പൊട്ടി താഴേക്ക് വരുമ്പോൾ തോറും അതിൻ്റെ വ്യാപ്തി കൂടി മറ്റ് മണ്ണുകളും കൂടെ തള്ളി ഇങ്ങ് പോരുവാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ അത് വലിയ ഉരുൾപൊട്ടലായി മാറുകയാണ് ചെയ്തത്. അപ്പോൾ അത്തരം ഒരു സംഭവമൊന്നും ഇനി എവിടെയും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്കൊക്കെ പറയാനുള്ളൂ. കാരണം അതിൻ്റെ എന്താ പറയുക, ആ ഒരു ദുരന്തത്തിൻ്റെ ശരിക്കത്തെ മുഖം ഞാൻ നേരിട്ട് കണ്ട ഒരാളെന്ന നിലയ്ക്കാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. അത്രത്തോളം വിഷമത്തിൽ തന്നെയാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. അങ്ങനെയൊന്നും ഇവിടെ സംഭവിക്കാതിരിക്കട്ടെ. എത്രയും പെട്ടെന്ന് ഈ 10-20 പേരെ ഒന്നും മാറ്റി പാർപ്പിച്ചുകൊണ്ട് തീരുന്നൊരു പ്രശ്നമല്ല അത്. ഇത് ഒരുപക്ഷെ ഈ ഒരു പ്രദേശം കംപ്ലീറ്റ്, ഇതിന് താഴേക്കുള്ള പ്രദേശങ്ങളും അതുപോലെ തന്നെ ഇതിന് മുകളിലേക്കുള്ള ആൾക്കാരെയൊക്കെ മാറ്റി പാർപ്പിക്കേണ്ടി വരും. കാരണം ഇത് പൊട്ടുന്ന എവിടെ നിന്നാണ് എങ്ങനെയാണ് പൊട്ടുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇത് പൊട്ടി എത്ര ദൂരം പോകുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ പറയാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ മുൻകൂറായിട്ട് തന്നെ ഈ ആളുകളെയൊക്കെ ഇവിടുന്ന് മാറ്റി പാർപ്പിക്കാൻ മാത്രമേ അതിൻ്റെ അകത്തൊരു പോംവഴിയുള്ളൂ. ഒരു ദുരന്തം ഉണ്ടായിട്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ പുറകെ നമ്മൾ നടന്നിട്ട് കാര്യം ഉണ്ടായില്ല. അപ്പോൾ അതൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. എത്രയും പെട്ടെന്ന് ഇതിന് നടപടികൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം ഞാൻ പ്രതീക്ഷിക്കുന്നു.